ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് കെ ടി ശങ്കരന്റെ നേതൃത്വത്തിലുള്ള സംഘം ശബരിമല സന്നിധാനത്തെ സ്ട്രോങ് റൂമുകൾ തുറന്ന് പരിശോധന നടത്തുന്നു. സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘം ഉടൻ കേസ് രജിസ്റ്റർ ചെയ്യും. അഴിമതി നിരോധന നിയമത്തിലെ വകുപ്പുകൾ കൂടി പ്രതികൾക്കെതിരെ ചേർക്കാൻ DGP നിർദ്ദേശം നൽകി. ദ്വാരപാലക ശില്പവും ശ്രീകോവിലിലെ കട്ടിളയിലെയും പാളികൾ അനുമതിയില്ലാതെ കൊണ്ടുപോയെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ശബരിമലയിലെത്തി സ്ട്രോങ് റൂമുകൾ പരിശോധിക്കാൻ ജസ്റ്റിസ് കെ ടി ശങ്കരനെ ഹൈക്കോടതി ചുമതലപ്പെടുത്തിയത്. ഇന്ന് രാവിലെ 11 മണിക്ക് അദ്ദേഹം സന്നിധാനത്തെത്തി സ്ട്രോങ് റൂമുകൾ തുറന്ന് പരിശോധന ആരംഭിച്ചു. തിരുവാഭരണ കമ്മീഷണറും ശബരിമല അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസറും പരിശോധനയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്നും നാളെയുമാണ് സന്നിധാനത്തെ പരിശോധന. തിങ്കളാഴ്ച ആറന്മുളയിലെ സ്ട്രോങ് റൂം കൂടി പരിശോധിച്ച ശേഷമാകും വിശദമായ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് ജസ്റ്റിസ് കെ ടി ശങ്കരൻ സമർപ്പിക്കുക. ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് വിശദമായി പരിശോധിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടാതെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു ഉൾപ്പെടെ 9 ഉദ്യോഗസ്ഥരെ പ്രതിയാക്കാനാണ് തീരുമാനം. ഇവരെ ഉടൻ തന്നെ വിശദമായി ചോദ്യം ചെയ്യും. മോഷണം, ഗൂഢാലോചന, വിശ്വാസവഞ്ചന എന്നിവയ്ക്ക് പുറമെ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകൾ കൂടി ചേർക്കും. ദേവസ്വം ഉദ്യോഗസ്ഥരെ കൂടി പ്രതിയേർക്കുന്ന സാഹചര്യത്തിലാണിത്. ശ്രീകോവിലിലെ കട്ടിളയിൽ നിന്ന് സ്വർണം ഉരുക്കി കടത്തിയതിൽ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ പങ്കുകൂടി തെളിവാക്കുന്ന വിവരങ്ങളാണ് വിജിലൻസ് റിപ്പോർട്ടിലുള്ളത്. ഇക്കാര്യം വിശദമായി പരിശോധിക്കാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.